ഹായ് ഹലോ എവരി വൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബിഗിനറിന് എങ്ങനെ ഒരു നോർമൽ കുർത്തി കട്ട് ചെയ്തെടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഒരു ഓർഗൻസ മെറ്റീരിയലാണ്. ഇതാണ് അതിൻ്റെ ഷോളായിട്ട് വരുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്നതാണ് ഇതാണ് ടോപ്പിൻ്റെ പോർഷൻ, ഇത് സ്ലീവിൻ്റെ പോർഷനാണ്. ഇപ്പോൾ കാണിക്കുന്നത് ഇതാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത്. ഇതൊരു നോർമൽ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ചുമ്മാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വർക്ക് ചെയ്തെടുത്തേ ഉള്ളൂ. അത് ഭയങ്കര നമുക്ക് പിടിച്ചാൽ കിട്ടാത്തതായതുകൊണ്ട് നമ്മൾ ആദ്യം ഇപ്പോൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. 44 ഇഞ്ചാണ് മെയിൻ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സ്ലീവ് ലൈനിങ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ലൈനിങ് പാർട്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ പാർട്ട് ഇവിടെയാണ് വരുന്നത്. 2 മീറ്ററാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റ് 2 ആയിട്ട് മടക്കി വെച്ചേക്കുവാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വേഗം ചെയ്തെടുക്കാൻ സാധിക്കും. ഇതൊരു XXL സൈസിൻ്റെ മെഷർമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഷോൾഡർ ഇവിടെ ഞാൻ 7.5 ആണ് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആം ഹോൾ ഡെപ്തായിട്ടും നമുക്കിവിടെ 7.5 തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ ബെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത്. ബെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ XXL നോക്കുമ്പോൾ ഒരു 42 ഇഞ്ചാണ് എങ്കിൽ 42 ഇതിലിപ്പോൾ 42 ഇഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 4 4ആയിട്ട് മടക്കിയിരിക്കുന്നതുകൊണ്ട് 4 വെച്ചു. അതിനുശേഷം അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 10.5 എന്നാണ്. അതിൻ്റെ കൂടെ സീം അലവൻസ് 2 ഇഞ്ചസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് നമ്മൾ എടുക്കുന്നത് മിഡ് വേസ്റ്റ് ആണ്. 15 ഇഞ്ചസ് ആണ് ലെങ്ത് എടുത്തേക്കുന്നത്. മിഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബസ്റ്റിന് താഴെ ഒരു ചെറിയ കർവ് പോലെ വരില്ലേ, ആ പോർഷനാണ് മിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. മിഡ് വേസ്റ്റ് ഇവിടെ 36 ആണ് വരുന്നത്. അപ്പോൾ 36 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ എനിക്ക് 9 ഇഞ്ചസ് കിട്ടും. അതിൻ്റെ കൂടെ 2 ഇഞ്ചസ് സീം അലവൻസ് ആയിട്ടും എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ഹിപ്പ് മെഷർമെൻ്റ് ആണ്. ഹിപ്പ് ഇവിടെ ലെങ്ത് ആയിട്ട് ഇവിടെ 20 ഇഞ്ചസ്, നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ 20 ഇഞ്ചസ് ആണ് എടുത്തേക്കുന്നത്. അവിടുത്തെ ഇത് 44 ആണ് വരുന്നത്. അപ്പോൾ 44 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 11 ഇഞ്ചസ് കിട്ടും. അതിൻ്റെ കൂടെ സീം അലവൻസ് 2 ഇഞ്ചസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ വന്നേക്കുന്നത്. ഇനി നേരെ താഴേക്ക് നമ്മൾ 12 ഇഞ്ച് ആണ്, 12 to 13 ഇഞ്ചസ് ആണ് നമ്മുടെ ഏറ്റവും നമ്മുടെ എന്താ പറയുക ടോപ്പിൻ്റെ ഏറ്റവും താഴെ 12 ഇഞ്ചസ് ആണ് കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് താഴേക്ക് മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പോർഷൻസ് എല്ലാം നമുക്കൊന്ന് വരച്ചെടുക്കാം. ഞാൻ ആദ്യമേ ഒരു സോറി പറയുന്നു, കാരണം ഇതിൽ വരച്ചേക്കുന്നത് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കണ്ടത്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നോയ്സ് ഡിസ്റ്റർബൻസ് പുറകിലുണ്ട്. വീട് പണി നടക്കുന്നതിൻ്റെ ഒരു നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അവർ പുറകിലെന്തോ പണി ചെയ്യുന്നു. ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവർ നിർത്തിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അവരും സ്റ്റോപ്പ് ചെയ്യുന്നു. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരും എൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യുവാണ്. അതുകൊണ്ട് സോറി, ക്ഷമിക്കുക, നോയ്സ് ഡിസ്റ്റർബൻസ് ചെറുതായിട്ട് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്തത് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ആയിരുന്നു. രണ്ടാമതാണ് നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തത് സീം അലവൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നമ്മുടെ ആം ഹോൾ ഇത് ചെയ്യാം. ആം ഹോൾ ചെയ്യാനായിട്ട് ഞാനിവിടെ 1.5 എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഒരു 1 ഇഞ്ച് കുഴി ചെയ്ത് അവിടെ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ആദ്യം കൈക്കുഴിയിൽ മാർക്ക് ചെയ്ത് ആ 1.5 നമ്മുടെ ബെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും ഇത് രണ്ടും വരുന്ന രീതിയിൽ കറക്റ്റ് പോയിൻ്റ് നോക്കി ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരയ്ക്കാം. അല്ലാതെ കൈ കൊണ്ട് വരയ്ക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നോർമൽ കുർത്തി കട്ടിങ് വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റ് മെഷർ, മിഡ് വേസ്റ്റ്, അതുപോലെ ഹിപ്പ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ കൈക്കുഴി ഒന്ന് കുഴിച്ച് വെട്ടേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മളൊരു 1/2 ഇഞ്ചസ് വെളിയിലോട്ടെടുത്ത് കൈക്കുഴിയും നമ്മൾ വെട്ടിയിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നോർമൽ കുർത്തി നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് എടുക്കാനൊന്നും അറിയില്ലെന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഒരു സ്ലോപ്പ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ലോപ്പും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ
ചുരിദാർ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മളൊരു 36 ആണ് ബെസ്റ്റ് എങ്കിൽ അതിൻ്റെ 36/4 ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് നമുക്കിനി കുറച്ച് വലുതാക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സീം അലവൻസ് നമ്മൾ കൂടുതൽ കൊടുക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5 കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 2 ഇഞ്ചസ് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സ്ഥലം വേണമെങ്കിൽ 2 കൊടുക്കുന്നെങ്കിൽ നമുക്ക് അങ്ങനെയും കൊടുക്കാം. അപ്പം ഈ മെഷർമെൻറ്റ്സ് നമ്മളിപ്പോൾ ബെസ്റ്റ് ആണെങ്കിൽ ബെസ്റ്റ് സൈസ് /4, അതുപോലെ മിഡ് വേസ്റ്റിൻ്റെ വിഡ്ത്ത് /4. മിഡ് വേസ്റ്റ് ഇപ്പോൾ ഒരു 28 ഒക്കെ ആണെങ്കിൽ 28/4 അതിൻ്റെ കൂടെ സീം അലവൻസ് കൊടുക്കുക. അതുപോലെ ഹിപ്പിൻ്റെ അവിടെ ഒരു 38 ആണെങ്കിൽ 38/4 അതിൻ്റെ കൂടെ സീം അലവൻസ് ഒരു 1.5 or 2 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് തന്നെയാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ക്ലിയറായി നോക്കിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചുരിദാർ ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി അഥവാ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യാം. നമ്മൾ ട്രൈ ചെയ്യുന്നതിനോട് ഒപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് കുറച്ച് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നാൽ നമുക്കൊരു കാലത്തൊന്നും നമുക്ക് പറ്റില്ല. ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ കട്ടിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയും എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ മെയിൻ മെറ്റീരിയലിലേക്ക് വെച്ചിട്ട് നമ്മൾ ലൈനിങ്ങും കൂടി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോകും. ഈ മെയിൻ മെറ്റീരിയൽ കുറച്ച് ഈസി അല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് വെച്ച് സെക്യൂർ ചെയ്തതിന് ശേഷം ലൈനിങ്ങും കൂടി വെച്ചിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുക്കാം. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു ലൈക്ക് ചെയ്താൽ മാത്രമേ യൂട്യൂബ് എൻ്റെ വീഡിയോസ് വേറൊരാളിലേക്ക് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റിച്ചിങ് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ, യൂട്യൂബിൽ സക്സസ് ആവുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള കുഞ്ഞു യൂട്യൂബേഴ്സ് എന്നൊന്നും നമ്മൾ പറയാറായിട്ടില്ല. നമ്മൾ ചാനലിൽ വീഡിയോസ് ഇടുന്നു. നമ്മളും ഇച്ചിരിയെങ്കിലും ഒരു യൂട്യൂബർ എന്നൊക്കെ പറയുന്ന രീതിയിൽ എത്തണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര മാത്രമേ ചിലപ്പോൾ ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷേ ഒരു സബ്സ്ക്രൈബർ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ആ ഒരു ഫീലെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ മാത്രമല്ല, ഇതുപോലെ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. അപ്പോൾ ഇവിടെ ഞാൻ നോർമൽ ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യുക എന്നൊരു ഇത് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. സ്ലീവ് കട്ട് ചെയ്യുന്നതോ ഒന്നും ഇവിടെ കാണിച്ചിട്ടില്ല. ബോഡി പോർഷൻ മാത്രം എങ്ങനെ കട്ട് ചെയ്യാമെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതല്ലാതെ സ്ലീവ് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നെക്കിൻ്റെതോ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് എത്ര നന്ദി പറയണം എന്നറിയില്ല. യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻസിലൂടെ എനിക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബൈ.